ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കാന്ത സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിട്ടുണ്ട്. യെസ്, കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. 5:04 വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. എന്തായാലും നമ്മുടെ ദുൽഖർ സൽമാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. യെസ്, കാണാം. ദുൽഖറും റാണ ദഗ്വതിയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. നോക്കാം. ഇനി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. എല്ലാം മറന്നുപോയി. ആകെ ഇത് 2 കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കേട്ടോ. യെസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ ഒരു നാറിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ലേ? ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ അല്ലേ, അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോ വാപ്പി ഇതുപോലെ ഇതിന് മുൻപൊന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. 2024 ബ്ലാക്ക് ആൻഡ് വൈറ്റും കൊണ്ട് വന്നു, ഹിറ്റ് അടിച്ചിട്ട് പോയി. 2025 മകൻ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോന്ന് ഉറപ്പില്ല കേട്ടോ. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു, മുഴുനീളം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന സിനിമയായിരിക്കും കാന്ത എന്നുള്ളത്. പിന്നെ അതിന്റെ സബ്ജക്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മേ ബി അങ്ങനെ ആവാം. അതെ, അത്രയും വർഷം പുറകിലോട്ട് പോകുന്നുണ്ട് സിനിമ. അപ്പം അതും ഇപ്പൊ ഈ ലുക്ക് തന്നെ അറിയാലോ, ഈ ഒരു ലുക്ക് ഉണ്ടായിരുന്ന കാലം ഏതായിരുന്നു എന്നുള്ളത്. അതെ, എന്തായാലും കിഡിലൻ പോസ്റ്ററാണ്. ഏത് വർഷത്തിലാണോ അതിനുള്ള ഹെയർ സ്റ്റൈലും മീശയും കണ്ടില്ല, മറ്റേതാണ് പഴുതാര അങ്ങനെ എന്താ പറയുന്നത്, ആ ടൈപ്പ് സാധനമൊക്കെ. കിഡിലൻ ലുക്ക്. പിന്നെ അന്നത്തെ ഒരു റിച്ചാന്ന് തോന്നുന്നു. അത് ആ സ്യൂട്ടിലുണ്ടല്ലോ. ഇതിൽ ആള് ഏത് കഥാപാത്രമാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ക്യാരക്ടറുകളാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് റാണ ദഗ്വതിക്കും ദുൽഖറിനും. ഇതിനകത്ത് ഏത് ക്യാരക്ടർ ആയിരിക്കും ആള് ചെയ്യുന്നതെന്നുള്ളതാണ്. കാന്തയായിട്ടായിരിക്കുമോ? ആയിരിക്കുമോ? ആയിരിക്കും. കാരണം കാന്ത എന്നുള്ള പേരിൽ ഫസ്റ്റ് ലുക്ക് ഇറക്കിയിട്ടുള്ളത് ദുൽഖറിന്റെ അല്ലേ? യെസ്. ലക്ഷ്മികാന്ത് ആണെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആള് കൊല്ലപ്പെടുന്നുണ്ടല്ലേ? യെസ്, ആളെ കൊന്നതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും പക്ഷെ ഈ ലുക്ക് കണ്ടിട്ട് കൊല്ലപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്യുന്നു. അത് തോന്നുന്നില്ല. അതാണ് പ്രശ്നം. പിന്നെ വേറെ കാര്യം കേട്ടോ, അതായത് പീരിയോഡിക് പരിപാടി ആള് പിടിച്ചു കഴിഞ്ഞാൽ അത് ഹിറ്റാ. അത് ഇതുവരെ വന്നിട്ടുള്ള ഒരു ലെവൽ അനുസരിച്ച് അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവം. റെട്രോ സ്റ്റാർ സത്യം. ഇത് പിന്നെ ഈ ഒരു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട്. അതല്ല, നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഈ മുഖത്ത് എക്സ്പ്രഷൻ ആളിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ലക്ഷ്മികാന്തിന്റെ ക്യാരക്ടർ നെഗറ്റീവായി മാറുമോ? അതൊരു ഒരിക്കലും ഉണ്ടാവില്ല. അത് ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ തമിഴിലുള്ള ഭയങ്കരമായിട്ടുള്ള സാധനം. അതെന്തായാലും ഒരു മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അതെന്തായാലും അങ്ങനെ മാറൂല. അത് ലക്ഷ്മികാന്തിനെ കൊന്നതാണ്. അതെ, ആരെ കൊന്നെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ അല്ലേ. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു 30 to 60 വരെ ആളുടെ ഒരു അഴിഞ്ഞാട്ടായിരുന്നു ആ കാലഘട്ടം തോന്നുന്നു. ആ ആള് ഇതിന്റെ പേരിൽ ജയിലിൽ കടന്നിട്ടുണ്ട്. അതെ, ത്യാഗരാജ ഭാഗവതർ, അതായത് MK ത്യാഗരാജ ഭാഗവതർ. യെസ്, ആളായിരിക്കാം മേ ബി. അതായിരിക്കും ചിലപ്പോൾ റാണ ദഗ്വതി. ഇത് കാന്തയാണെങ്കിൽ അത് റാണ ദഗ്വതി, അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അത് MKT, ഇത് റാണ ദഗ്വതി. അടിപൊളി. അതായത് അത് ലക്ഷ്മികാന്തനായിട്ട് റാണ ദഗ്വതി ആണെങ്കിൽ ത്യാഗരാജൻ ഭാഗവതറായിട്ട് ദുൽഖർ. എന്റെ പൊന്ന്, അല്ലെങ്കിൽ തിരിച്ച് അതല്ലേ? യെസ്. പക്ഷെ ഈ ഒരു ലുക്കിൽ മാത്രമേ നമുക്കൊരു ഡൗട്ട് വരുന്നുള്ളൂ. അത് ചിലപ്പോ ആ ക്യാരക്ടറിന്റെ മാനേഴ്സ് ആയിരിക്കും. അതെ, ചിലപ്പോ കുറച്ച് അങ്ങനെ അത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൂടാവുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. അങ്ങനത്തെ ഒരു സാധനം ആയേക്കാം, പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. യെസ്. എന്താണെങ്കിലും ഉറപ്പായിട്ടും തമിഴ്നാട്ടിൽ ഇത് അടിപൊളിയാവും. ചർച്ച ചെയ്യേണ്ട ഒരു സാധനം, ചർച്ച ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. അതെന്തായാലും ഉറപ്പാ. പിന്നെ ഇടയ്ക്ക് മറ്റേ ഇയാളെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പാലേരി മാണിക്യത്തിലെ ഹാജി ഉണ്ടല്ലോ, ആ മീശയൊക്കെ വെച്ചിട്ട് ആ നോക്ക്, ആ എക്സ്പ്രഷനും സാധനമൊക്കെ. കോട്ട് മാത്രമേ ചേരാത്തുള്ളൂ. കോട്ടങ്ങ് ഊരിക്കളഞ്ഞിട്ട് ആ വെള്ളക്കുപ്പായല്ലേ, അതവിടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ തലയെ കിട്ടും, സെറ്റായിരിക്കും. എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് സെൽവമണി സെൽവരാജാണ്. ആളാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും. പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് 2 പേരായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് നമ്മുടെ റാണയും പിന്നെ ദുൽഖറും. പക്ഷേ ഇതിലേക്ക് 4 പേരുണ്ട് മൊത്തത്തിൽ.
പ്രശാന്ത് പൊട്ലൂരി, ആ ജോൺ വർഗീസ്, അത് 4 പേര് അതിൽ പ്രൊഡക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ പറയുന്ന ഒരു മാർജിനിലൊന്നും സിനിമ നിൽക്കൂലല്ലോ, അപ്പൊ എക്സ്ട്രാ ആൾ എന്തായാലും കയറും. അതൊരു പ്രശ്നമായിരുന്നു. അതായത് അങ്ങനെ കാന്ത ഷൂട്ടിങ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എസ് ബഡ്ജറ്റിന്റെ വിഷയം കൊണ്ടൊക്കെ തന്നെ സംഭവിക്കുന്നതാണ്. അതെ, പല സിനിമകൾക്കും അങ്ങനെ വരുന്നുണ്ട്. അതെ, ഈ വലിയ ലൈക്ക പ്രൊഡക്ഷൻസ് ഒക്കെ പോലെയുള്ള പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ എന്തായാലും സബ് ഉണ്ടാവും. ഓക്കെ, എന്തായാലും മോശമില്ലാത്തൊരു ലുക്കാണ്, നന്നായിട്ടുണ്ട്. നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഐറ്റാണ് കിട്ടിയിരിക്കുന്നത്. യെസ്, അതൊരു സത്യം. ദുൽഖർ ശരിക്കും മറ്റേ ചോക്ലേറ്റ് സാധനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ഒരു പെട്ടെന്ന് അങ്ങോട്ട് മാറി തുടങ്ങി. ഇപ്പൊ കുറുപ്പിൽ നിന്ന് തുടങ്ങി അതിനുശേഷം പിന്നെയും പോയിട്ട് തെലുങ്കിലും പടം ഭയങ്കര ഹിറ്റ് ആണെങ്കിലും കുറച്ച് ഒരു ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ വന്നു. തെലുങ്കിലും വന്നില്ല, മറ്റേ ഇത് വന്നത് സീതാരാമം. അത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാധനം അങ്ങ് മാറിയിട്ട് ഇപ്പൊ പിന്നെ ഇതാ വീണ്ടും തിരിച്ച് പഴയ ട്രാക്കിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്കി ഭാസ്കർ കഴിഞ്ഞു, 1 ഹിറ്റ്. ഇപ്പൊ ഇതാ കാന്ത വരാൻ പോകുന്നു. ഇനി വരാനിരിക്കുന്ന സിനിമകളാണെങ്കിൽ അതിന്റെ അപ്പുറം സാധനങ്ങളാണ്, എല്ലാം ഐറ്റം സാധനങ്ങൾ. അതാണ് പ്രതീക്ഷിക്കും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള മുതല് മലയാളത്തിൽ നമുക്ക് നഹാസ് അത് തന്നെയായിരിക്കും. DQ40 ആയിരിക്കും അത് ശരിക്കും. അല്ലെങ്കിലും ഇതൊക്കെ സിനിമ മലയാളികൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദുൽഖറിന്റെ മലയാള സിനിമ തന്നെയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അതിന്റെ കാരണം ഇത്രയും ഭയങ്കരമായിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമയാണ് ലക്കി ഭാസ്കർ. അതെ, അതിനൊരു 20 കോടിന്റെ കുറച്ച് മുകളിൽ കേരളത്തില് കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ കേരളത്തില്. അതാ പറഞ്ഞത്. ശരിക്കും ദുൽഖറിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരാണ്. അത് ശരിക്കും ഇപ്പൊ അതുപോലത്തെ ഒരു സിനിമ അത്ര ഹിറ്റ് ആകുന്ന അല്ലെങ്കിൽ അത്രയും കണ്ടന്റ് ഉള്ള ഒരു സിനിമ മലയാളത്തിലാ വരുന്നെങ്കിൽ അത് ഹിറ്റ് ആയിരിക്കും. മേലെ കളക്ഷൻ വരും. കുറുപ്പ് നമുക്ക് വെറുതെ ഒരു ഉദാഹരണം എടുക്കാം. അതും കൊറോണ കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് എണീറ്റ് നിൽക്കുന്ന സമയത്താണ് കുറുപ്പ് കൊണ്ടൊന്ന് റിലീസ് ചെയ്യുന്നത്. അതും ഫസ്റ്റ് കൊറോണയ്ക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമ 86 കോടിയും കണ്ടല്ലായിരുന്നു കളക്ട് ചെയ്ത്. 84 കോടിയാണ് കളക്ട് ചെയ്തത്. അതുമല്ല, നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് കിഴി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കിട്ടിയത് പോലും കുറുപ്പ് കാരണം. ഫസ്റ്റ് റിവ്യൂ പറയുന്നത് കുറുപ്പാണ്. ഇത് ഇതിനകത്തല്ലായിരുന്നു. അതെ, അത് തിയേറ്ററിൽ വെച്ചിട്ട്. അയ്യോ, അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അതിന് പോണ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചില്ലേ നമ്മൾ. ആളുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ശരിക്കും ശരിയായ രീതിയിൽ വരാൻ പോകുന്നത് DQ40 അത് അങ്ങനെ തന്നെയാണ് അതിനുള്ള ചാൻസ്. ഇപ്പൊ കോത്തന്റെ ഒക്കെ റേഞ്ച് എന്തായിരുന്നു? അതെ, ഇന്ത്യയിലെ തന്നെ പറഞ്ഞാൽ അത് ഭീകരാ. അതേപോലെ തന്നെ ആയിരിക്കും ഈ നഹാസ് ഹിദായത്ത് മൂവി ചെയ്ത് റിലീസിനോട് അടുക്കുന്ന സമയത്ത് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ കൊത്തയുടെ ടീസർ റെക്കോർഡില്ലേ അത് മറികടക്കാൻ ഇനി DQ40 അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിനുശേഷം സൗബിന്റെ മൂവി ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ എല്ലായിടത്തും ചെയ്യണം. അല്ലാണ്ട് മലയാളത്തിൽ മാത്രം നിൽക്കണം എന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ മലയാളത്തിലും ചെയ്യണം. പക്ഷെ മലയാളത്തിൽ ചെയ്യാതിരിക്കരുത്. അതെ, അവിടെ മാത്രം ചെയ്യരുത്. മലയാളത്തിൽ അവിടുത്തെ പടം ചെയ്തിട്ട് അതിന്റെ ഡബ് വേർഷൻ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ, അതൊരു ഭയങ്കര സംഭവം തന്നെ. അതാണെങ്കിലോ സിനിമ 1 ഹിറ്റും ആയിരിക്കും. ഇവിടെ ഒരെണ്ണം ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പ് ആകുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും സിനിമ ചെയ്യണം, അവിടെയും ചെയ്യണം. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇതും നല്ലൊരു വിജയമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും നല്ലൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ദുൽഖറിന്റെ ആ ഒരു അഴിഞ്ഞാട്ടം, വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ, നല്ലൊരു അഭിനയം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല, ആസ്വദിക്കും. അതെ, ഒന്നും കൂടി അങ്ങ് പൊളിക്കും. അപ്പൊ എന്തായാലും ഗംഭീരമാട്ടെ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.